അടിയായല്ലേ ഈ വീടിന്റെ വണ്ടി ഉണ്ട് ഇവിടെ ചുമ്മാ അവരുടെ അടിയായ അലീമിന്റെ ലൈവ് പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് അവര് നിക്കുന്നത് നമ്മുടെ അവന്റെ POV തന്നെ അലീമിന്റെ POV ബാക്കിയുള്ളവരോട് പറയുമ്പോ ഇവരെല്ലാം ഇവിടെ തന്നെ ലൈക്ക് അവന്മാരെ ഓൾറെഡി കുത്തി ഇറങ്ങി നിക്കുവാടാ. ഇല്ലില്ല അവന്മാര് വണ്ടി എടുത്ത വേണ ഇറ്റാച്ചി ഇപ്പൊ പറഞ്ഞ ചെയ്തോ. രണ്ട് ലൈവാ ബ്രോ, രണ്ട് ലൈവാ ആ ബിൽഡിംഗ് കുത്തിയിട്ട് ഇറങ്ങി സപ്പോർട്ട് ചെയ്യുന്നു. അൻപിൻ POV എടുത്താലേ രണ്ടുപേരുടെ POV കാണാൻ പറ്റുള്ളൂ. കണ്ട ഇവരെല്ലാം ജിയിൽ നിപ്പുണ്ട് ഗൈസ്. സിഎം ഫുള്ള് ജിയിൽ ലൈവ് ആക്കി ഗൈസ്, ലൈവ് ആക്കി അഡ്മിൻ ലൈവ്. ഓക്കെ ഓക്കെ. ആ അടിപൊട്ടി കേട്ടോ. ആരാടാ ഫസ്റ്റ് അടിച്ചേ? അവന്മാര് കുത്തിയോ? ഇവിടെ കുത്തിയേക്കുന്നുണ്ട് നമ്മുടെ വണ്ടി അതേ പോണത് കണ്ടോ? ഇതില് കൊറേ സീനുണ്ട് വില്ലംബ്രോ. ഈ പറഞ്ഞ പുതിയ ഇത് യൂസ് ചെയ്യുന്നതിനൊക്കെ ഗ്ലിച്ചൊക്കെ ഉണ്ട്. അതായത് ഈ മാവ് ഇല എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോ വെടിവെക്കാൻ പറ്റത്തില്ല. യൂസ് ചെയ്ത് ഒരു 5 സെക്കൻഡ് വരെ ഈ ക്രോസ് ഹെയർ കിടന്ന് ഇങ്ങനെ ആടും. ഇതിലൊക്കെ ഓരോ പുതിയ ഗ്ലിച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവന്മാർക്ക് അറിയാം. നമുക്ക് കുറെ ദിവസം ബ്രേക്ക് എടുത്ത് നമുക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല. പിന്നെ വണ്ടിയൊക്കെ 1-2 ഓവറിൽ ഓടിച്ചിട്ടാണ് നമ്മുടെ വണ്ടിക്ക് ഒരു എന്ത് കുറവ് അവന്മാരുടെ വണ്ടിയിൽ എന്ത് കൂടുതൽ എന്നൊക്കെ കണ്ടുപിടിച്ച് ഇനി അത് പറഞ്ഞ് ക്ലിയർ ചെയ്യണം ഫസ്റ്റ്. ഓ ഇപ്പൊ അറ്റ്ലീസ്റ്റ് അഡ്മിൻസ് ഒന്ന് ഇറങ്ങി പറഞ്ഞപ്പോ ഒരു ഫെയർ ഫൈറ്റിനുള്ള ഒരു വകുപ്പ് ഒപ്പിച്ച് ഇത്ര വരെ പറ്റുള്ളൂ, ഇത്രക്ക് ഇത്ര പറ്റുള്ളൂ പറഞ്ഞ കേട്ടോ. ഫ്ലോ RP അല്ലേ 17 പേര് കളിക്കുന്നത്. അതോ RDM കുട്ടൻ BP കെവിനെ പോയി അടിച്ചത് അതിന് 2 ദിവസത്തേക്ക്. കെവിനെ പോയി അടിച്ചോ? ആ മറ്റേ കെവിനെ മറ്റേ അറിയാണ്ട് മറ്റേ CM ഡെവിലിനെ അടിക്കണടാ. കുട്ടൻ ബി പി ലൈവിനെ വീസി വരുവാണ്. നമുക്ക് ഒരുമിച്ച് കാണാം. ലൈവ് ആണെന്നുണ്ടെ ഒരുമിച്ചിരുന്ന് കളി കാണാം. സൈക്കിൾ വണ്ടി എടുത്ത് വട്ടത്തിൽ ഓടുവാണ് കേട്ടോ. ഇവിടെ പൊന്തയിലിരിക്കുന്നു ഡെവില് കണ്ടില്ലേ? എടാ ഇടിക്കുന്നടാ. ഇടിച്ചു കൊന്നാ അവർക്ക് ഓൾറെഡി അടി കിട്ടുന്നുണ്ടായിരുന്നു ആവശ്യം വേറെ വഴിക്ക്. വീണ് ബാലൻ ഇറങ്ങി. ഉള്ളോപ്പി കേറി അടിയടാ. രണ്ടുപേർക്ക് ഷീൽഡിലടാ അടിയടാ. ഓ ബുള്ളോപ്പി എടുത്ത് ഇവിടെ ബാലൻ. അയ്യോടാ 1 HP ഒരുത്തിനെ എടുത്തടാ. ഇല്ലടാ രണ്ടുപേരോടെ കൂടിയാണ് ഗുലാനെ ഇടിച്ച് ലൈഫ് കുറച്ചു. ഓ അതാ ഗുലാനോടൊന്ന് ആരെങ്കിലും രണ്ടുപേരും മാറി ഇന്ന് അടുത്ത് വാറ് വിളിക്കുക അടുത്തത്. ക്ലിപ്പായോ എന്തിന്റെ? നമ്മൾ എത്ര പേരുണ്ട്? സുനിമോൻ അവിടെ ഉണ്ട്, സരക്കണ്ണൻ അവിടെ ഉണ്ട്. സരക്കണ്ണൻ താഴെ ഇറങ്ങി. അവന്റെ വണ്ടി മറിഞ്ഞടാ. ഓ സരക്കണ്ണനെ കാർ ഇതാക്കി. എല്ലാവരും അവിടെ കുത്തിടാ. അവിടെ കുത്തി സരക്കണ്ണനെ എടാ സുനി വലിയടാ. വലിഞ്ഞിട്ട് ഇതിയടാ. അണ്ണ ഹീൽ എടുത്തേട്ടാ. ഹീൽ എടുത്തിട്ട് ചത്തു വേടാ. മറ്റേ ഹീൽ എടുത്ത് വെളി വന്നത് അടിയുണ്ട്. ഹെഡിങ് ഉള്ളതുകൊണ്ട് ചാവും. സുനിക്ക് വേണേ ഹെലി എടുത്തൊന്ന് വലിയ നല്ല പൊസിഷനിലായിരിക്കും കേട്ടാ.
നല്ല പൊസിഷനിലാടാ. പക്ഷെ ഇപ്പൊ ബാക്കപ്പ് ഉണ്ടല്ലോ. അപ്പൊ ബാക്കപ്പ് ഉണ്ടായത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇല്ല അമ്മമാരെ അവിടെ കുത്തി മറ്റോ ഇല്ല. CM ക്രൈസിയാൻ അത് ചൊറിയലുള്ള ആളാണ് അല്ലല്ല? ക്രൈസിയാൻ നമ്മുടെ ലൈവ് ആണെന്ന് തോന്നില്ലേ? പാവല്ല. അപ്പം നമ്മുടെ അടുത്ത് ചൊറിയാനൊന്നും വരത്തില്ല. അതിനെന്തൊരു സീന്? അത് സീനൊന്നുമില്ല. അവനെ എടുത്തോ, രണ്ടുപേരും എടുത്ത്, രണ്ടുപേരും എടുത്തു. കെവിൻ രണ്ടുപേരും എടുത്തു. നല്ല കവർ കൊടുത്തു കെവിൻ. അത് സുനിയുടെ അവസ്ഥ. സുനി വണ്ടി എടുത്താ? ഇല്ലല്ല, സുനി ഇല്ല. വിപ്സിയാ? അവൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഓ വിപ്സി അഡ്മിനാണോ? ചത്ത് കിടക്കുകയാണോ വിപ്സി? എന്തിനാ വിപ്സി? വിപ്സി CM-ലൊക്കെ അവന്മാര് എവിടെ നിന്ന് അടിക്കുന്നത്? എടാ മണ്ടയില് നിക്കുവാടാ. അതോ ബാക്കിലുണ്ടെന്ന് കുത്തൂടാ. അവിടെ സുനി വീണെന്ന് ചാറ്റി പറയുന്നത്. വീണോ കാണാൻ മേലോട്ട് പുഷ് ചെയ്യാൻ കേറിയില്ലല്ലേ? അതിന്റെ മണ്ടയില് ഹെലി കണ്ട് നിർത്തിയിട്ടുണ്ട്. ഇല്ല ബ്രോ, അത് അങ്ങനെ ആയിരിക്കും മേ ബി. ഏറ്റവും മണ്ടയിൽ ഹെലി ഉണ്ട് ഈ വലിയ സുനി ഡൗൺ ആയെന്നാണ് ചാറ്റി പറഞ്ഞത്. അപ്പൊ ആ മുകളിൽ നിക്കുന്നവരാട്ടോ, അതിന്റെ മുകളില്. അതായിരിക്കും മേ ബി, അറിയില്ല. ഫ്ലഫിയുടെ അടുത്തോട്ടൊക്കെ ഒരുത്ത ഓടി നടന്നൊക്കെ വരുന്നടാ, കണ്ടില്ലേ? വില്ലു രണ്ടുപേരെ എടുക്കാൻ പറ്റും. രണ്ടുപേരെ ഉള്ളെന്ന് തോന്നുന്നു ഇവിടെ. നൈസ് കവറുണ്ട്. അവനെ കൂടെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരുണ്ടമാര്. ഇല്ല ഇവന് ഒരുത്തനുള്ളൂ. അല്ലടാ ഒരുത്തനുണ്ടോ? അതേ വണ്ടി ഒരുത്തനുള്ളൂ. മറ്റേ ചത്തു. ചത്തവൻ ചത്ത്. ഇവനും കൂടെ ഉള്ളു. ബ്ലേസും കൂടെ ഉള്ളു ഇവിടെ. കുബേരന്റെ ഒരു ടോപ്പിക് വേണം എടുക്കായിരുന്നു. ഫ്ലഫീനെ അടിച്ചു. അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകണ്ടായിരുന്നു, മനസ്സിലായാ? വില്ലു ബാക്കിൽ നൈസ് പ്ലാങ്ക് കുത്തിയോടാ. ഇതിപ്പോ തീരും കേട്ടോ. സ്പൈതില്ല, 1 HP. രണ്ടെണ്ണം ഇനി രണ്ടെണ്ണം എത്ര വർഷം എത്രയിലാണ് CM ലക്കിയുണ്ട്. ലക്കിക്ക് 2 പേരും കിട്ടും കേട്ടോ. പക്ഷെ വണ്ടി എടുത്ത് പോയാൽ 3 TV 4 പേരുണ്ട്. ഇല്ല ഗുലാനി ഇപ്പൊ എടുത്തു. അതല്ല അവന്മാര് കറങ്ങി അടിച്ചില്ലേ? ഡിറ്റാച്ച് ഒരു നൈസ് നല്ല രീതിയിൽ നമ്മൾ ഡൗൺ ആയി. ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞ പണിയായിന്നാണ് വിചാരിച്ചത്. ഉള്ള കാര്യം പറയാലോ. വണ്ടി എടുത്തോണ്ട് പോയല്ലേ? വില്ല് വാറ് കളിക്കുന്നതിന് പേര് സരക്കന്റെ പറഞ്ഞു. ഇന്നത്തെ വാറിൽ MVP ആയിരിക്കും. ലാസ്റ്റ് ലക്കി ബാക്ക് വലിഞ്ഞിട്ടുണ്ട്.
വില്ലുന്റെ പൊസിഷൻ അതാണ്ടാ കളി പൊസിഷൻ ഇറ്റാച്ചിയും കിടിലം പൊസിഷൻ എടാ ഇറ്റാച്ചിയും എടാ ഇറ്റാച്ചി വില്ലു മനസ്സിലായി ഇറ്റാച്ചിക്ക് പിക്ക് എടാ ഈ സത്യം പറഞ്ഞ ഇതിലിപ്പോ പിക്കല്ല കാര്യം കിടിലം പൊസിഷൻ എടുക്കുന്നതിലാണ് കാര്യം സമയത്ത് ഫ്ലാങ്ക് വന്നു അതാണ് ഇവര് ഇറ്റാച്ചി നല്ല ടാഗ് കൊടുത്തോണ്ടാണ് ബാക്കിയുള്ളവർക്ക് കിടിലായിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റിയത് അവിടെ ഇപ്പത്തേല് ഗുലാൻ കിടിലായിട്ട് ഫൈറ്റ് എടുത്തു അവന്റെ ഭയങ്കര ആക്യുറേറ്റ് ഉള്ള കുറെ ഷോട്ട് ഉണ്ടായിരുന്നു ഗുലാന്റെ ഒരു രക്ഷയില്ല പക്ഷെ അത് കറക്റ്റ് ആയിട്ട് തിരിച്ചെടുത്തു ആ മലയുടെ ബാക്കിൽ ആ മലയിൽ വെച്ച് കളി കിടന്നു സത്യം സത്യം ഒരാള് രണ്ടുപേരെ വെച്ചൊക്കെ അടിച്ചാണ് അങ്ങ് കളി തീർത്തത് ഗുലാൻ വിഷയം കഴിച്ചു ഗുലാൻ വിഷയം പറഞ്ഞേ ഗുലാൻ കിടിലായിട്ട് അതായത് കിടിലായിട്ട് കളിച്ചു അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തത് അതായത് കില്ലെടുത്തില്ലെങ്കിൽ പോലും ടാഗ് കൊടുത്തവർക്ക് വലിയ റോളുണ്ട് ഇവിടെ ടാഗ് കൊടുത്തവർക്ക് വലിയ റോളുണ്ട് കെവിനും കിടിലായിട്ട് കളിച്ചു വില്ലു ബാക്കിൽ നിന്ന് വന്ന് പണി കളഞ്ഞോട്ടോ വില്ലു കെവിൻ നല്ല കളി അവിടെ കളിച്ചു അവനെ ഐജിഎൽ റോൾ ചെയ്തെന്ന് തോന്നുന്നു ശരിക്കും ആ സമയത്ത് കവർ വന്നുകൊണ്ടാണ് ആ റോള് അവന്റെ കെവിന്റെ POV നോക്കട്ടെ അത് അടിച്ചാടി വിഷയം അടി അടിച്ചു കളഞ്ഞാട്ടാ കുറച്ച് ബാക്ക് എടുത്ത് നോക്കാം ഗ്യാങ്ങോസ് ചേസ് ചെയ്ത് പഠിക്കാനുള്ള പ്ലാൻ ആട്ടാ ഇവിടുന്ന് താഴെ ഇതെല്ലാം അത് എസ്കേപ്പ് ആയത് ഇതൊക്കെ എസ്കേപ്പ് ആയത് ഈ മലയില് കുത്തിയത് പോലുള്ള കളി നോക്കാം ഇവിടെ ഇവിടെ ഇതിന് മുന്നേ ഹെലി അവിടെ എത്തണതിന് മുന്നേ ഇവിടെ ഇവിടം തൊട്ടാണ് ഏട്ടാ ഇവിടം തൊട്ട് ഇവിടെയാണ് നമ്മള് നല്ല ഡൗൺ ആലോചിച്ച് നോക്കും നമ്മൾ എത്ര ഡൗൺ ബാക്കി എത്ര ഉണ്ട് 3 6 9 1 10 പേരുള്ളൂ 5 പേര് ആദ്യത്തെ ഫൈറ്റിൽ ഡൗൺ ആയിട്ടാ സരക്കണ്ണ ഡൗൺ ആവും രായൻ ഡൗൺ ആവും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സുനിമോന് ഡൗൺ ആവും മിച്ചം എത്ര പേരുണ്ടോ അപ്പൊ 7-6 പേര് ഇന്നാണ് അടിച്ചത് ബാക്കി അവിടെ അറിഞ്ഞാട്ടോ കണ്ണി എല്ലാരും അടിച്ചു കേട്ടോ ലാസ്റ്റ് മാച്ച് ഇറ്റാച്ചി അടിച്ചോ നോക്കാം നോക്കട്ടെ കണ്ടോ ഇതാണ് പ്രശ്നം ഇത് അടിച്ചു കഴിഞ്ഞാ പിന്നെ തല ഇറങ്ങി നിന്ന് സത്യം അടിച്ചും തോണേട്ടാ അടിച്ചാടാ അതാ പറഞ്ഞു അവന്റെ വ്യൂ കാണത്തില്ലല്ലോ അഡ്മിൻ ലൈവ് എടുക്ക് അവന്റെ വ്യൂ നോക്കാൻ ഇറ്റാച്ചി എടുത്തേട്ടാ POV കാണിച്ചില്ലേട്ടാ പക്ഷെ ഇവിടെ വന്ന് ഇവ എവിടെ പോയി അടിച്ചു വേറെ ഫൈറ്റിന്റെ അടുത്ത് പോയാ അവന്റെ ഇടയ്ക്ക് സിറ്റി പോയി ബാക്കി കൊണ അടിക്കാം നമ്മളെ കൊണ്ട് അതെങ്കിലും നടക്കണം ആവശ്യമായിട്ട് എടാ നിക്ക് ലക്കി ജേഡി അങ്ങോട്ട് പോകുന്നുണ്ട് നമുക്ക് സിറ്റി പോയി ബാക്കി കൊണയിലും അടിക്കാം അതാരാ പോണേ സംഭവം കെവിൻ അല്ലേ ഹെഡ്സെറ്റ് കെവിൻ കളിക്കുന്ന വേറെ പയ്യൻ സംഭവം ആള് കെവിൻ അല്ല മ്യൂട്ടാക്കാൻ എനിക്ക് കോള് വന്നില്ല ഒന്നും വന്നില്ല ഞാൻ പിന്നെ എന്തിനു മ്യൂട്ടാക്കിയത് എന്തിനു കെവിൻ ഓൾ ഡൗൺ ഏതാ നമ്മള് പറയല്ല ഗൈസ് ഈ പറഞ്ഞ കണക്ക് ഒരേ ലൈനപ്പ് സ്റ്റിക്ക് ചെയ്ത് കളിക്കുന്നതിലാണ് കാര്യം നമ്മൾ അപ്പളപ്പള ലൈനപ്പ് മാറ്റി ഓരോരുത്തരായിട്ട് എടാ നിങ്ങൾ 6 പേര് 5 പേരെ വെച്ചാ പണിയത് ആറല്ല ഞങ്ങള് ഫൈറ്റ് എടുത്തത് 5 പേരാണ്
ബാക്കി രായം ബാക്കിൽ ഡൗൺ ആവും തോന്നുന്നു. ബാക്കി 5 പേര് നിന്നിട്ടാണ്. എടാ, ഞങ്ങൾ 5 പേരെ എന്നിട്ടാണ് അവന്മാരൊരു 10-8 പേരെ എന്തോ അടിച്ചത്. അയ്യോ, എനിക്ക് തോന്നി ഞങ്ങളുടെ എടാ, റൈഡിൽ അത് 5 പേര് അവന്മാര് ചുറ്റിനും എല്ലാം എടാ, ഉണ്ട്. കെവിനെ ഫൈറ്റ് ആയിരുന്നു കേട്ടോ അവിടെ. വളഞ്ഞിട്ട് നടുക്കവന്മാര് നിങ്ങൾ കെണ്ണം കളി. എല്ലാം കിടിലായിട്ട് കളിച്ച്. എടാ കെവിന് ആദ്യത്തെ 5 പേര് വീണപ്പോ നമ്മൾ ഇങ്ങനെ ഇടാ. മൈൻഡ് ഡൗൺ ആയി പെട്ടെന്ന്. അത് കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാരും ഉണ്ട്. ഇറ്റാച്ചി, ഫ്ലഫി എല്ലാരും കോൾ വിളിച്ച്. എല്ലാരും ഗോൾ വിളിച്ച് മാത്രമല്ല എല്ലാരും പൊസിഷൻ കിട്ടില്ല. സ്വന്തമായിട്ട് പൊസിഷൻ എടുത്തോണ്ടേ നൈസായിട്ട് പൊസിഷൻ എടുത്ത് എല്ലാരും. നൈസായിരുന്നു ഒന്നും പറയാൻ. ഇനി പറ 5 മിനിറ്റ് കളിച്ചാരാ? ഞാനാ കളിച്ചേ. സൗത്താണ് വിഷയം തന്നെ ഈയിടെയായിട്ട്. 3 വിക്കറ്റ് എടുത്ത് ഫസ്റ്റ് 3 വിക്കറ്റ് എടുത്ത് കേട്ടാ. എടാ ഇനി അവന്മാരുടെ സിറ്റുവേഷൻ എങ്ങനെ എടുക്കാൻ പറ്റും? ഓൾഡൗൺ അല്ലേ? ഇല്ലില്ല, എല്ലാം ഓൾഡ് ഓണാ. 25 അവന്മാർ എത്ര പേര് ഇറങ്ങിയോ എല്ലാം ഓൾഡ് ഓണാ. അവസാനം ഒരുത്ത ഓടി ഗ്യാങ്സിക്കാനാ നോക്കി കേട്ടാ, അവനെ അടിച്ചിട്ട്. ഇത്യാച്ചി പുറകെ പോയി അടിച്ചത് അത് കണ്ടില്ലടാ. എടാ അത് ഇറ്റാച്ചിയുടെ കാണിക്കാൻ പറ്റും അവസാനത്തെ പിക്ക് എടുത്തത്. നീ ഇറ്റാച്ചി എടുത്തു ഡിസ്കോഡ് വരാൻ പറഞ്ഞ ഇൻ ഗെയിമിലുണ്ടെങ്കിൽ ഒന്ന് ഡിസ്കോഡ് വരാൻ പറ. അവസാനത്തെ അടിക്കണമെന്ന് കാണട്ടെ. അവസാനം അതല്ല അവസാനത്തവൻ നിന്റെ പിയോവിൽ ഇല്ലല്ലോ. അവസാനത്തവൻ ഇറ്റാച്ചിക്ക് എങ്ങനെ ഇറ്റാച്ചിക്കുള്ളൂ. എടാ ബില്ലു നിന്റെ ആ ഒരു ഫ്ലാങ്ക് അത് നൈസായിരുന്നു. ബില്ലു ഇവിടെ അത്രേ ഉള്ളു രായ. അതല്ല രായ ഇറ്റാച്ചി വില്ലു ഇവന്മാരെയൊക്കെ ഫ്ലാങ്ക് കണ്ടോ? ഓട്ടിച്ചിട്ട് അടിച്ചവന്മാര് എന്റെ പൊന്നോ. എനിക്ക് ഇവന്മാര് പറയണ കോളെല്ലാം എനിക്ക് മറ്റേ ഇതിൽ കൂടെ റേഡിയോ ബഗ്ഗായിട്ട് കേട്ടോണ്ടിരിക്കണ എനിക്ക് ഞാൻ ചത്തിട്ടും. സാധനം കാണിച്ചാലേ ഇവന്മാര് പറഞ്ഞ കോള നിന്റെ ഫ്ലാങ്ക് ഇത് കഴിഞ്ഞിട്ടാണ് ഇനി മറ്റേ ഗ്യാങ്ങോസ് കയറി അവന്മാരെ പണണം. മറ്റേ ഗ്യാങ്ങോസിന്റെ വാതൊക്കെ വന്നില്ല. വിളിക്കാൻ പറ്റത്തില്ലല്ലോ. ഓൾഡൗൺ അല്ലേ? അവന്റെ ഫൈറ്റ് ഇതല്ല കൊറേ ഫൈറ്റ് ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, റീഗ്രൂപ്പ് ചെയ്യോ ഇവിടുന്ന് വലി ദിപ്പ് ഒരു വണ്ടി അതെ വീണ്ടും ഒരു പ്രൊമോഷൻ ഇത് നോക്കട്ടെ ഇതല്ലേ അതിനുള്ള ഇല്ലമാര് ആടാ ഇവിടുന്ന് ഒരു വരവുണ്ട്. അത് നമ്മള് കണ്ട ഈ സാധനമാണ് ഇത് ചാവില്ലേ എത്ര ഞാൻ ഇവിടുന്ന് ടാഗ് കൊടുത്തോണ്ടിരിക്കുക അപ്പുറത്തെ സൈഡ്. വില്ലു കിടിലം പൊസിഷൻ പണി അവനാണ് നമ്മൾ അടിക്ക് കെവിനെ അടിയടാന്ന് കിടന്ന് പറഞ്ഞോണ്ടിരുന്നത്. 1 HP കണ്ടോ ബാക്കിലോട്ട് വലിക്കില്ല. ആ മലയെ കയറിയിരിക്കുന്ന അവൻ അറിയത്തില്ല കേട്ടോ. എവിടത്തേക്ക് വരുന്നുണ്ട് അടി. മറ്റവനാണ് ആവശ്യം 1 HP. കെവിനെ കണ്ണു മാറ്റി അടിക്കുന്നുണ്ടോ? അടുത്ത് പോകുമ്പോ അവിടെ 1 HP അവനായിരുന്നു 1 HP. അതിന്റെ അടി ഞാൻ ആരൊക്കെ അടിക്കുന്നു ഇല്ലു. എനിക്ക് ഇതിന്റെ മുന്നേ 2 എത്ര കണ്ണടാ എന്റെ 3 കണ്ണ മാറി അടിക്കും. സസ്താവ വരുമ്പോ മറ്റേ കാർബൺ എടുക്കും, മറ്റേ വരുമ്പോ ഗ്രോസ. ക്ലോസ് ലോങ് നിന്റെ റിവ്യൂ ഉണ്ട് ടെനി എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. അത് കാണിച്ചേ. അത് ലാസ്റ്റ് കാണാം. പിന്നെ ഇനി ഒരു കാര്യം സിറ്റി കയറിട്ടെ വാറുണ്ടോ അവന്മാർക്ക് മാറി വിളിക്കാൻ ആൾക്കാരില്ലേ? എല്ലാരും അതാ 15 പേര് ചത്തു കഴിഞ്ഞാൽ എങ്ങനെ വാറ് വിളിക്കും?